Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമ്മളൊരു പേപ്പർ ക്രാഫ്റ്റ് ആണ് ചെയ്യണേ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ റെഡ് കളറിലെ ക്രേപ്പ് പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വൈറ്റ് പേപ്പറിൻ്റെ താഴെയുള്ള ഭാഗത്തായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 3.5 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കണേ. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വൈറ്റ് പേപ്പറിലായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രേ തന്നെ എടുക്കാം കേട്ടോ. പിന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നിങ്ങൾക്കിപ്പോൾ വിഡ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കളേഴ്സും നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു ക്രേപ്പ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ആയാലും മതി. ഇനിയിപ്പോൾ ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ നിന്നായിട്ട് നമ്മൾ ഇതുപോലെ 2 ഹാർട്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പേര് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രേയ, ലഹാല, നശ്വ, സെൻഹ, സഞ്ജന, ഐഷ, ജയ്സ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. പിന്നെ ഓറഞ്ച് കളർ പേപ്പറിൽ നിന്നായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വൈറ്റ് പേപ്പറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു സൈഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരു ബണ്ടിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാം ഒരു പോയിന്റിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു ഹാർട്ടുകളുണ്ടല്ലോ, അതുമേലായിട്ട് ഇതുപോലെ 2 കണ്ണും പിന്നെ ഒരു ചുണ്ടൊക്കെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാത്തിലും നമ്മളതൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുമേലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കോഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു രീതിയിൽ വൈറ്റ് പേപ്പറിലായിട്ടൊന്ന് എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് ആ ഒരു മാർക്കർ പെൻ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റിക്കറിൻ്റെയൊക്കെ രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്കവാറും ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ വർക്കിലൊക്കെ കോഡ്സ് എഴുതി കൊടുക്കുന്ന നേരത്ത് ഇതുപോലെയാണ് ചെയ്തെടുക്കാറ്. പിന്നെ വേണമെങ്കിൽ അതിന് മുകളിലായിട്ട് നമുക്കൊരു OHP ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സ്കെച്ച് പെൻ വെച്ചൊക്കെ നമ്മൾ എഴുതുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കളറ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ OHP ഷീറ്റ് കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ ആ 2 വേർഡ്സും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതുമേ ലൈറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഫ്രണ്ട് പോർഷൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലേക്കുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്യണില്ല. ആദ്യം ഇതുപോലെ മാർക്കർ വെച്ചിട്ട് അതിൻ്റെ ബോർഡർ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് സെമി സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 7 എണ്ണമായിട്ട് വരച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ റെയിൻബോ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മഴവില്ലിൻ്റെ ആ ഒരു കളറിൻ്റെ ഓർഡേഴ്സ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് അതൊന്ന് കളർ ചെയ്ത് കൂടി കൊടുക്കാം.
അപ്പോൾ കളറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിനുള്ളിലായിട്ട് ഞാൻ കീപ് സ്മൈലിംഗ് എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു ചെറിയ സ്മൈലി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. സ്മൈലി എന്നൊന്നും പറയാൻ പറ്റില്ല, 2 കുത്ത്, പിന്നെ ഒരു ചുണ്ട് പോലത്തെ ഒരു ഇതും കൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിലായിട്ട് ലവ്ലി വിഷസ് ടു മൈ ചാമിങ് റെയിൻബോ എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കോഡ്സാണോ എഴുതാനായിട്ടുള്ളത് അതൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു എൻഡിലായിട്ട് ഒരു ചെറിയ ഫ്ലവർ കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത്രേ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ വല്ല പിക്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കുക. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ടോ അല്ലെങ്കിൽ വരയ്ക്കാനായിട്ടോ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് നമ്മുടെ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡ് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.